പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അറിവിനെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. അറിവ് പല വിധത്തില് നമുക്ക് ഉണ്ടാകാം. നമുക്ക് അറിവ് ജനിതകമായിട്ട് അറിവുണ്ടാകും. ഒരു കുഞ്ഞിനെ ഈ ലോകത്തിലെ ഏത് ജീവജാലം ജനിപ്പിച്ചാലും അതിന് അതിൻ്റെ ജനിതകമായ ചില അറിവുകളുണ്ട്. ഒരു കുഞ്ഞുദാഹരണത്തിന്, ഒരു കുഞ്ഞ് അത് ഏത് ജീവിയുടെ ആയിക്കോട്ടെ, അത് ജനിച്ചാൽ ഉടനെ തന്നെ സസ്തനികളുടെ ആണെങ്കിൽ അത് പാല് കുടിക്കണം. അത് അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായ സ്ഥലം കണ്ടെത്തുകയും അത് കുടിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാകും, ജീവജാലങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിവിധി എന്താണെന്ന് അവരുടെ ജനിതകമായ കോശാന്തരങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നായക്ക് ഒരു വയറിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഈ നായ കറുകയുടെ പുല്ല് പോയി തിന്നും. ഒരു കീരിക്ക് പാമ്പിന്റെ വിഷമേറ്റ് കഴിഞ്ഞാൽ അത് പോയി കീരിക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു കിഴങ്ങ് പറിച്ചു തിന്നും, അല്ലെങ്കിൽ അത് തിന്നില്ല. ഒരു കാട്ടുപന്നിക്കോ കാട്ടുപോത്തിനോ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് പോയി ചേമ്പ് തിന്നും, നോർമലി അത് തിന്നില്ല. അപ്പോൾ ഈ അറിവുകൾ അവരുടെ തലമുറയിലെ ഈ ജന്തുജീവികള് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, അത് അവരുടെ കോശത്തിലുള്ളത് ജനിതകമായ അറിവ്. ഈ ജനിതകമായ അറിവ് നമുക്കുമുണ്ട്. രണ്ടാമതായിട്ട് സമ്പാദിക്കുന്ന അറിവ്. സമ്പാദിക്കുന്ന അറിവ് മറ്റുള്ളവരിൽ നിന്ന് കേട്ടുകൊണ്ടാകാം, വായിച്ചിട്ടാകാം, പഠിച്ചിട്ടാകാം, ഗവേഷണം നടത്തിയിട്ടാകാം, അനുഭവങ്ങൾ കൊണ്ടാകാം, ഊഹങ്ങൾ കൊണ്ടാകാം, നിഗമനങ്ങൾ കൊണ്ടാകാം, സാഹചര്യ തെളിവുകൾ കൊണ്ടാകാം. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവുകളുണ്ട്. മൂന്നാമത്തെ അറിവ് എന്ന് പറയുന്നത് സാത്താന്റെ അറിവാണ്. സാത്താന്റെ അറിവ് എന്ന് പറയുന്നത് ആലോചിച്ച് എടുക്കുന്ന അറിവല്ല, പ്രലോഭിപ്പിച്ച് തരുന്ന അറിവാണ്. അതായത് ഏറ്റവും ആദ്യത്തെ അറിവ് ഏതാ? സാത്താന്റെ അറിവ്. നീ ഇത് കഴിച്ചു കഴിഞ്ഞാല് ദൈവത്തെ പോലെയാകും. നിഷേധിക്കപ്പെട്ട കനി കാണിച്ചിട്ടാണ് സാത്താൻ ഇത് പറഞ്ഞത്. നീ ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും. ഇതില് ദൈവത്തെ പോലെ ആകാനുള്ള സാധ്യതകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് സാത്താന്റെ അറിവ്. ഈ ലോകത്തില് സാത്താൻ നമുക്ക് ഒരുപാട് അറിവുകൾ തരുന്നുണ്ട്. ഒരർത്ഥത്തില് എല്ലാ പരസ്യങ്ങളും സാത്താന്റെ അറിവുകളാണ്. നീ ഈ നൊവേനയിൽ പങ്കെടുത്താല്, നീ ഈ ആരാധനാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാല്, നീ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാല്, നീ ഇന്നയാളുടെ ധ്യാനം കൂടി കഴിഞ്ഞാല്, ഇതൊക്കെ പരസ്യങ്ങളാണ്. പരസ്യങ്ങളില് പിശാചുണ്ട്. പരസ്യങ്ങൾ പാമ്പിന്റെ പല്ലിളിയാണെന്ന് തിരിച്ചറിവുണ്ടാകും. പരസ്യമല്ല നമുക്ക് വേണ്ടത്. സാക്ഷ്യം കുഴപ്പമില്ല, സാക്ഷിയാവാം, അത് പരസ്യമാകരുത്. പരസ്യം എന്ന് വെച്ചാല് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അത്തരത്തില് നമ്മുടെ പിശാചിന്റെ അറിവുകള്, നീ ഇന്ന സാധനം ഉപയോഗിച്ചാൽ ഇന്നതുപോലെയാകും, ഇന്നത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നതുപോലെയാകും, ഇതൊക്കെ ഉള്ളത് പിശാചിന്റെ അറിവുകളാണ്. നാലാമത്തെ അറിവ് എന്ന് പറയുന്നത് ദൈവം തരുന്ന അറിവാണ്. ദൈവം തരുന്ന അറിവ് എന്ന് പറയുന്നത് ദൈവ കൃപ കൊണ്ട് ലഭിക്കുന്നതാണ്. അതിന്റെ പ്രത്യേകത ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളാണ്, ദൈവത്തെ അറിയലാണ്. ഒപ്പം തന്നെ ദൈവവും മനുഷ്യനും തമ്മിലും, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള അറിവാണ്, ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള അറിവാണ്. ഈ അറിവ് സ്വന്തമാക്കിയവരാണ് വിശുദ്ധന്മാരൊക്കെ. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ ശിരസിന് ചുറ്റും ഒരു പ്രാഭവലയം ഉള്ളത് നമ്മൾ കാണുക. നമ്മളറിയാം, വിശുദ്ധരുടെ തലയ്ക്ക് ചുറ്റും ഒരു വട്ടം വരയ്ക്കുകയോ ഒരു പ്രകാശത്തിന്റെ ഒരു വട്ടം ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്താ അതിന്റെ അർത്ഥം? ഇവർക്ക് ദൈവീക അറിവ് ലഭിച്ചവരാ.
ലോകത്തിന്റെ അറിവല്ല, ജനിതകമായ അറിവല്ല, പിശാചിന്റെ അറിവല്ല, ദൈവത്തിന്റെ അറിവ് ലഭിച്ചവരാണ്. ദൈവത്തിന്റെ അറിവ് ലഭിച്ചത് കൊണ്ടാണ് അവര് വിശുദ്ധരായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അവരുടെ അറിവിന്റെ ഉറവിടമായ ശിരസിന് ചുറ്റും ഒരു വലയം തീർത്തിട്ടുള്ളത്. അപ്പോ ഈ ദൈവ അറിവ്, ദൈവം തരുന്ന അറിവിലൂടെ എന്തൊക്കെ നമുക്ക് കിട്ടണേ? ഒന്ന്, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. എന്താണ് ഇപ്പോ ദൈവത്തിന്റെ ഹിതം? എന്നെ കുറിച്ചുള്ള പദ്ധതി, എന്റെ കൂടെയുള്ളവരുടെ പദ്ധതി, ഈ കാലത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങൾ ദൈവിക അറിവുള്ളവരാണെങ്കിൽ കാലത്തിന്റെ അടയാളം തിരിച്ചറിയാൻ പറ്റും. അപ്പോ ദൈവഹിതത്തെക്കുറിച്ച്, കാലത്തിന്റെ അടയാളങ്ങളെക്കുറിച്ച് ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ അറിവാണ് നമ്മുടെ കർമ്മത്തിന്റെ ആധാരമായിട്ടുള്ളത്. എൻ്റെ പ്രവൃത്തിയുടെയും എൻ്റെ വിശ്വാസത്തിന്റെയും എൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെയും ഒക്കെ അടിത്തറ എന്ന് പറയുന്നത് ദൈവിക അറിവാണ്. ഈ അറിവാണ് ബന്ധങ്ങളും കർമ്മങ്ങളും നിശ്ചയിക്കുന്നത്. എൻ്റെ ദൈവത്തോടുള്ള ബന്ധം, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം, എൻ്റെ മാതാപിതാക്കന്മാരോടുള്ള ബന്ധം, ഇതൊക്കെ ഈ ദൈവിക അറിവിന്റെ പശ്ചാത്തലത്തിലാണ്. ലൗകിക അറിവില് എൻ്റെ അപ്പനും അമ്മയാണ്. ഈ ലൗകിക അറിവിനപ്പുറത്തേക്ക് ഇവരെന്റെ അപ്പനും അമ്മയുമാണ്. അതിന് ദൈവിക അറിവിലേക്ക് വരുമ്പോഴാണ് അവരെ കുറിച്ച് ഒരു ശ്രദ്ധ നമുക്കുണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് മാതാവിനെ അത്ര അന്വേഷിച്ചവനല്ല. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിന്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവിക അറിവിന്റെ പൂർണ്ണതയിലേക്ക് ക്രിസ്തു എത്തുന്ന ആ നിമിഷം ഈശോയ്ക്ക് മറിയത്തോട് ഉള്ള കടമയെക്കുറിച്ച് അവബോധം ഉണ്ടാകും. അതുകൊണ്ടാണ് അവളെ ഒരു യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതി എൻ്റെ ഭൗതിക വികാരപരമായ അറിവിന്റെ പേരിലാണെങ്കിൽ പലപ്പോഴും എനിക്ക് അവർ വേണ്ട ശുശ്രൂഷ ചെയ്തിട്ടില്ല, എനിക്ക് പഠിപ്പിക്കേണ്ട കാലത്ത് തന്നെ പഠിപ്പിച്ചില്ല, എൻ്റെ കല്യാണകാലത്ത് മര്യാദയ്ക്ക് കല്യാണം ആലോചിച്ചു തന്നില്ല, എനിക്ക് വേണ്ട ഭക്ഷണം ചെറുപ്പകാലത്ത് തന്നിട്ടില്ല, എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ചൊക്കെ പരാതികളുണ്ടാവും. പക്ഷേ ദൈവിക അറിവിലാണ് ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരോട് ഇടപെടുന്നതെങ്കിൽ ദൈവം ആ ബന്ധം അത്തരത്തില് പൂർണ്ണതയുള്ളതായിട്ട് മാറും. അപ്പോ മനുഷ്യരോടുള്ള ബന്ധങ്ങളിൽ പൂർണ്ണതയില്ലാതെ പോകുന്നത് ദൈവിക അറിവില്ലാത്തതുകൊണ്ട്. എനിക്ക് ഈ ഭാര്യയെ തന്നതെന്തിനാ, എനിക്ക് ഈ ഭർത്താവിന് തന്നതെന്താ, ഇത് എനിക്ക് കിട്ടിയത് അന്വേഷിച്ച് ആലോചിച്ച് കണ്ടെത്തിയതാണ് എന്ന അറിവിന്മേലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതല്ല, ഇത് ദൈവം യോജിപ്പിച്ചതാണ് എന്ന അറിവ് ദൈവിക അറിവാണ്. ആ ദൈവിക അറിവ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് കൂട്ടിമുറുക്കി തന്നതാരാ? അത് മൂന്നാക്കാരനാണോ, അതോ പ്രേമമാണോ, അല്ലെങ്കിൽ സാഹചര്യങ്ങളാണോ, സംഭവങ്ങളാണോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ലൗകിക അറിവാണ്. അതേസമയം ഈ ജീവിത പങ്കാളിയെ എനിക്ക് തന്നത് ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചത് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ അത് ദൈവിക അറിവ്. ആ ദൈവിക അറിവിലാണ് ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നതെങ്കിൽ, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമെങ്കിൽ പ്രശ്നമില്ല. അപ്പോ ഈ ദൈവിക അറിവിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ അറിവാണ് ബന്ധങ്ങൾ നിശ്ചയിക്കുന്നത്, കർമ്മങ്ങൾ നിശ്ചയിക്കുന്നത്. ഈ അറിവാണ് നമ്മുടെ അന്ത്യവിധിയെക്കുറിച്ച് ബോധ്യമുണ്ടാക്കുന്നത്. ഈ അറിവാണ് അവനവന്റെ മരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുന്നത്. ഈ അറിവില്ലാത്തവൻ മരണബോധം ഇല്ലാത്ത ജീവിക്കും. അപ്പൊ മരണബോധം മർത്യനാണ്. മർത്യൻ എന്ന വാക്കിന്റെ അർത്ഥം മൃത്യുബോധമുള്ളവനാണ്. അപ്പൊ മരണബോധമുള്ളവനാണെന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ അത് ദൈവിക അറിവ്. ആ അറിവില്ലാണ്ട് ജീവിച്ചാല് നല്ല മരണം ഉണ്ടാവില്ല. അപ്പോ ഈ അറിവ് ദൈവിക കാര്യങ്ങളെക്കുറിച്ച്, ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, ഞാനും എൻ്റെ സഹജീവികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള അറിവ് ആണ് ദൈവിക അറിവ് എന്ന് പറയും. മറ്റുള്ള അറിവുകള്, ജനിതകമായ അറിവുകളുണ്ട്, സമ്പാദിക്കുന്ന അറിവുകളുണ്ട്, പിശാച് നൽകുന്ന അറിവുകളുണ്ട്, ദൈവം നൽകപ്പെടുന്ന അറിവാണ്
പരിശുദ്ധാത്മാവ് വഴി നമുക്ക് ലഭിക്കുക. ഇനി ഈ അറിവിന്റെ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. അസിസിയിലെ ഫ്രാൻസിസ് എല്ലാ മനുഷ്യരെയും പോലെ അദ്ദേഹവും ഒരു മനുഷ്യനായി. പക്ഷേ അസിസിയിലെ ഫ്രാൻസിസ് മരണത്തെ പോലും സഹോദരി എന്നാണ് വിളിച്ചത്. മരണത്തെ സഹോദരിയായി കാണാനായിട്ടുള്ള ആ ഒരു അറിവ് ഫ്രാൻസിസിന് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. എല്ലാവരെയും, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സഹോദരി സഹോദര എന്നാണ് ഫ്രാൻസിസ് വിളിച്ചത്. ആ അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? ആ അറിവ് ലൗകിക അറിവല്ല, പഠിച്ചുള്ള അറിവല്ല, മറിച്ച് ദൈവിക അറിവാണ്. മദർ തെരേസ പറയുന്നുണ്ട്, ഈ കുഷ്ഠരോഗികളില്, ഈ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗികളില് ക്രിസ്തുവിനെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഇവരിൽ ഞാൻ മനുഷ്യനെയാണ് കാണുന്നതെങ്കിൽ എനിക്ക് പറ്റില്ല. അപ്പൊ ഇവരിൽ ദൈവമുണ്ട്. അക്രൈസ്തവനിലും മുസ്ലിമിലും വേദന അനുഭവിക്കുന്നവരിലും രോഗം അനുഭവിക്കുന്നവരിലും സിക്കിലും പാഴ്സിലും രജപുത്രരിലും ഒക്കെ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട് എന്ന അറിവ് ആര് കൊടുക്കുന്നതാണ്? അത് ദൈവം കൊടുക്കുന്ന അറിവാണ്. ഈ ലോകം തരുന്ന അറിവല്ല, പിശാച് തരുന്ന അറിവല്ല. അപ്പോ ദൈവം കൊടുക്കുന്ന അറിവാണ്. ഈ അറിവ് നമുക്ക് എത്രത്തോളം? നമ്മൾ പലപ്പോഴും ബൈബിള് വായിച്ചു അല്ലെങ്കിൽ വേദപാഠ ക്ലാസ്സിൽ പോയി ദൈവത്തെ പറ്റി അറിഞ്ഞതല്ല ദൈവിക അറിവ്. ദൈവിക അറിവ് എന്ന് പറയുന്നത് ബോധ്യങ്ങളായ, ദൈവം തന്നു, എനിക്കത് ബോധ്യമായി, എനിക്ക് ചോദ്യം ചെയ്യാനില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തു തൻ്റെ ദൈവിക അറിവുകളെ പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണിത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എനിക്ക് വിശദീകരണം പറയാനില്ല, എനിക്ക് വിശദീകരണമില്ല. എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. എനിക്കത് ബോധ്യമാണ്. മനസ്സിലായോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ക്രിസ്തു പറയുമ്പോഴൊക്കെ അത് ദൈവിക അറിവാണെന്ന് സാർ. ഇനി നമ്മള് ക്രിസ്തുവിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുകയാണ്. അത് ബാലനായ യേശുവിനെ കുറിച്ചാണ്. യഹൂദര് പറയുകയാണ്, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി? യഹൂദര് ക്രിസ്തുവിനെതിരെ ചോദിക്കുന്ന ചോദ്യ, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടി? അപ്പൊ ക്രിസ്തു അറിവ് കൊണ്ട് നിറഞ്ഞവന്, ഒന്നും പഠിച്ചിട്ടില്ല. സൂക്ഷിച്ച് വായിക്കേണ്ടതാണ്. ഒന്നും പഠിച്ചിട്ടില്ല. ലൗകികമായ അറിവിന് വേണ്ടി ക്രിസ്തു ഒരു ക്ലാസ്സിലും പോയിട്ടില്ല, ഒരു ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ടില്ല, ഒരു കാറ്റഗിസം ക്ലാസ്സിലും പോയിട്ടില്ല. പക്ഷേ അവന് ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? ദൈവത്തിൽ നിന്ന് കിട്ടി. അപ്പൊ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പോ ഈ ദൈവിക അറിവ് മറ്റേതൊരു അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയണേ. മറ്റുള്ള കാര്യങ്ങളൊക്കെ, മറ്റുള്ള അറിവുകളായിക്കോട്ടെ, മറ്റുള്ള നേട്ടങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ദൈവിക അറിവിനപ്പുറമുള്ള എന്തും ഉച്ഛിഷ്ടമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയാണ്, അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിനെ കുറിച്ച് പലപ്പോഴും പറയുന്നുണ്ട്, അവൻ ആത്മാവിൽ സന്തോഷിച്ചു. ആത്മാവിൽ സന്തോഷമുണ്ടോ? മനസ്സിലാണോ സന്തോഷം? ശരീരത്തിലാണോ സന്തോഷം? ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മാവിന് സന്തോഷം ഉണ്ടാകണം എപ്പോഴാണ്? അറിവുണ്ടാകുമ്പോഴാണ്. ഈ അറിവ് ആണ് നമ്മളെ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും അടുപ്പിക്കുക. ജീൻ വാൽസിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പള്ളിയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സാധനം കള്ളൻ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു. ആ മെഴുകുതിരിക്കാലുകള് കട്ടുകൊണ്ടുപോയവനെ പോലീസ് പിടിച്ചു കഴിഞ്ഞ കള്ളനെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോ മെത്രാനോട് ചോദിക്കുകയാണ്, ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാവോ? അപ്പോ മെത്രാൻ ആദ്യമായിട്ടാണ് കള്ളനെ കാണുന്നത്. പക്ഷെ മെത്രാൻ പറഞ്ഞു, അവൻ എൻ്റെ സഹോദരനാണ്.
ഇതാണ് അറിവ്. ഇതാണ് അറിവ്. ദൈവിക അറിവ് എന്ന് പറയുന്നതാണ്. ഈ അറിവ് ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന, ശരീരത്തെ സന്തോഷിപ്പിക്കില്ല, ശരീരത്തെ വേദനിപ്പിക്കുള്ളൂ. മനസ്സിനെ സന്തോഷിപ്പിക്കില്ല, മനസ്സിനെ വേദനിപ്പിക്കുള്ളൂ. പക്ഷെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതാണ് ഈ അറിവ്. സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുകയാണ്, 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം പറയാണ്, അറിവ് സംരക്ഷിക്കുന്നതാണ്. നമ്മളെ നിത്യജീവിതത്തിലേക്ക് സംരക്ഷിക്കുന്നത് ഈ ദൈവിക അറിവുകളാണ്. ലൗകിക അറിവുകൾ സംരക്ഷിക്കില്ല കേട്ടോ. ലൗകിക അറിവുകൾ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കി തരും, സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കി തരും, ഈ ലോകത്തിന്റെ ബുദ്ധിക്കനുസരിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ ലോകത്തിന്റെ കാഴ്ചപ്പാടില് ഭോഷത്വമായ കാര്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ഭോഷത്വം ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെക്കാൾ വലുതാണ്. അപ്പൊ ദൈവിക അറിവ് ഈ ലോകത്തിന്റെ സർവവിജ്ഞാനത്തെക്കാൾ വലുതാണെന്ന് സാരം. ദൈവത്തിന്റെ ഭോഷത്വം പോലും ഈ ലോകത്തിന്റെ വലിയ വിജ്ഞാനത്തെക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഈ ദൈവിക അറിവിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഈ അറിവാണ് നിത്യജീവിതത്തിലേക്ക് നമ്മളെ സംരക്ഷിക്കുക. ഫിലമോന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഐക്യം മൂലം സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാണ്. അപ്പൊ അറിവ് എങ്ങനെ നേടണമെന്നും അറിവിന്റെ ക്വാളിറ്റി എന്തായിരിക്കണമെന്നും ആണ് ഇവിടെ പറയുക. ഈ ഒരു ചിന്തയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുക. അറിവ് എങ്ങനെയാ ഉണ്ടാകുക? ക്രിസ്തുവിനോടുള്ള ഐക്യം മൂലമാണ്. ഇന്നലെ നമ്മൾ കണ്ടു, ആത്മശക്തി ഉണ്ടാകുന്നത് പരിത്യാഗങ്ങൾ ചെയ്തും പ്രാർത്ഥിച്ചുമാണ്. പരിത്യാഗങ്ങൾ ചെയ്തും പ്രാർത്ഥിച്ച, ആത്മനിയന്ത്രണം പാലിച്ചാണ് ആത്മശക്തി ഉണ്ടാക്കേണ്ടത്. അറിവുണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ആ അറിവുണ്ടാക്കേണ്ടത് ക്രിസ്തുവിലുള്ള ഐക്യപ്പെടലിലൂടെയാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോഴാണ് എൻ്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും ഒന്നാകുമ്പോഴാണ് എനിക്ക് ഈ ദൈവിക അറിവുണ്ടാകുക. അപ്പൊ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വരുമ്പോഴാണ് ഈ ആത്മാവ് ഉണ്ടാകുക. അത് സകല നന്മകളെയും കുറിച്ച് നമുക്ക് വിജ്ഞാനം തരും. സകല നന്മകളെയും കുറിച്ച് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തിന്മകളാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം തിന്മകളാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തിന്മകളാണ്, സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തിന്മകളാണ്. അപ്പോ എന്തുകൊണ്ട് നന്മയാൽ നിറയപ്പെടുന്നില്ലെന്ന് വെച്ചാല് ഈ ദൈവത്തോട് ഐക്യപ്പെട്ട് ഈ അറിവ്, പരിശുദ്ധാത്മാവിന്റെ അറിവ് നമ്മളിൽ നിറയുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോ ആ എല്ലാ നന്മകളെയും കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ ഈ ആത്മ സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ അറിവ് ആഴമുള്ളതായിരിക്കണം എന്ന് ഫിലേമോന് എഴുതിയ ലേഖനത്തില് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആഴമുള്ള അറിവ്. അപ്പോ ആഴമുള്ള ഒരു ക്രിസ്തു ഐക്യമുണ്ടായാലാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അറിവ് നമുക്ക് കിട്ടും. അതാണ് നമ്മള് ഈ പെന്തക്കോസ്താ തിരുനാളിന് അപ്പോസ്തലന്മാര് ക്രിസ്തുവിനോട് അകന്നുപോയവരാണ്. പീഡാസഹനത്തിന്റെ സമയത്ത് അകന്നുപോയ അപ്പോസ്തലന്മാര് ഈ അമ്മയോടൊപ്പം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അപ്പൊ ഈ ഐക്യപ്പെടലിലൂടെയാണ് അറിവ് നമുക്ക് ലഭിക്കുക. ഈ അറിവ് നമുക്കുണ്ടാകട്ടെ. അതിലൂടെ ഈ നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ നടന്നു കയറാനായിട്ട് സാധിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.